നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് 2025 റാബി 2 സീസൺ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി 15 വരെ ദീർഘിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുള്ള കൃഷിനാശത്തിൽ നിന്നും കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് എന്ന് ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങൾക്ക് www.pmfby.gov.in സന്ദർശിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. PDMC അഥവാ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്ക് ഏകീകൃത ഡിജിറ്റൽ പോർട്ടൽ സംവിധാനം നിലവിൽ വന്നു. കർഷകർ സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ pdmc.da.gov.in അഥവാ കേരള MIS എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ പരിഗണിക്കപ്പെടുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കുന്ന തരത്തിലാണ് പോർട്ടൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഈ വർഷം ഓൺലൈനിനോടൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കുന്നതാണ്. ചെറുകിട നാമമാത്ര കർഷകർക്ക് ചിലവിൻ്റെ 55%, മറ്റു കർഷകർക്ക് 45% സബ്സിഡി ലഭിക്കും. ഫോറസ്റ്റ് റിസർവ് ആക്ട് അഥവാ FRA പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷകർക്ക് 90% വരെ ആനുകൂല്യം ലഭ്യമാണ്. തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് 30% അധിക സബ്സിഡി ലഭിക്കും. കൂടാതെ ബോർവെൽ, പമ്പ് സെറ്റ്, മഴവെള്ള സംഭരണി തുടങ്ങിയ ഘടകങ്ങൾക്കും സഹായം അനുവദിക്കും. തൃശ്ശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കുള്ള BV 380 കോഴിക്കുഞ്ഞുങ്ങൾക്ക് 175 രൂപ നിരക്കിൽ ബുക്കിംഗ് ആരംഭിച്ചു. 9400483754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബുക്ക് ചെയ്യേണ്ടതാണ്. നാളികേര വികസന ബോർഡ് തെങ്ങ് കൃഷിയിലും നാളികേരാധിഷ്ഠിത വ്യവസായത്തിലും മികവ് പുലർത്തുന്നവരെ അംഗീകരിക്കുന്നതിനായി 2 വർഷത്തിലൊരിക്കൽ നൽകി വരുന്ന ദേശീയ അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. രാജ്യത്തെ പരമ്പരാഗതമായി തെങ്ങ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെ മികച്ച നാളികേര കർഷകൻ, പരമ്പരാഗതമായി തെങ്ങ് കൃഷി ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെ മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര സംസ്കരണ സംരംഭകൻ, മികച്ച നാളികേര വിജ്ഞാന വ്യാപന ഉദ്യോഗസ്ഥൻ, മികച്ച തെങ്ങ് കയറ്റക്കാരൻ, സ്ത്രീകളുടെ ഉടമസ്ഥയിലുള്ള മികച്ച നാളികേര സംസ്കരണ യൂണിറ്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നൽകുക. നാളികേര കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്ന പ്രതിഭകളെ പുരസ്കാരം നൽകി ആദരിക്കുക എന്നതാണ് അവാർഡ് വിതരണത്തിലൂടെ ബോർഡ് ലക്ഷ്യമാക്കുന്നത്. coconutboard.gov.in എന്ന വിലാസത്തിൽ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 15 കൂടുതൽ വിവരങ്ങൾക്ക് ബോർഡിൻ്റെ വെബ്സൈറ്റായ www.coconutboard.gov.in സന്ദർശിക്കാവുന്നതാണ്. കാർഷിക നിർദ്ദേശങ്ങൾ. ചീരകൃഷിക്ക് അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ. ചീര വിത്തുകൾ പാകുന്നതിന് മുൻപായി സ്യൂഡോമോണസ് അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഉപയോഗിച്ച് വിത്ത് പരിചരിച്ച ശേഷം വിത്തുകൾ പാകുക. ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി മണ്ണിൽ ചേർത്ത ശേഷം നടുന്നത് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. വിത്തുകൾ പാകുമ്പോൾ ചുവപ്പും പച്ചയും ഇനങ്ങൾ ഇടകലർത്തി നടുന്നത് വഴി രോഗങ്ങളെ ചെറുക്കുന്നതിനും സഹായിക്കും. രോഗം പകരാതിരിക്കാൻ മുൻകരുതലായി ചീരയ്ക്ക് നന നൽകുമ്പോൾ നേരിട്ട് ഇലകൾ തളിക്കാതെ ചുവട്ടിലായി നൽകുവാൻ ശ്രദ്ധിക്കുക. കാർഷിക വാർത്തകൾ സമാപിച്ചു.